മൂന്നാമൂഴത്തിന്റെ ആദ്യ ദിനം, ഒന്നാം ദിവസം. നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതിനിടയിലേക്കാണ് രാഹുലിന്റെ ആദ്യ വെടിപൊട്ടിക്കലെത്തുന്നത്. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നാളെ മുതൽ ആരംഭിക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും കടുത്ത വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന് മുന്നിലുള്ളത് ഒന്നും രണ്ടും കാര്യങ്ങളൊന്നുമല്ല, നിരവധി രാഷ്ട്രീയ വിഷയങ്ങളാണ്. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദം മുതൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കുമെതിരെ ഉയർത്തിയ ഓഹരി കുംഭകോണ ആരോപണം വരെ ഇന്ത്യ മുന്നണിയുടെ ആവനാഴിയിലെ അമ്പുകളായി കാത്തിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാതെ NDA തണലിൽ മൂന്നാമത് സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ വെല്ലുവിളിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരുന്നു. അതും ചെറിയ വെല്ലുവിളിയൊന്നുമല്ല, ഒരു പിടിച്ചു കുലുക്കൽ തന്നെ അന്ന് നമ്മൾ കണ്ടതാണ്. പരീക്ഷണ ചുളയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെ എന്തൊക്കെ പറഞ്ഞ് തരം താഴ്ത്താൻ ശ്രമിച്ചുവോ, പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ രാഹുലിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ കണ്ടത്. ഏറ്റവും അവസാനം നീറ്റ് നെറ്റ് വിവാദവും കൂടി ആയതോടെ 232 സീറ്റിന്റെ കരുത്തുമായി പ്രതിപക്ഷ നിരയിലെത്തുന്ന ഇന്ത്യ സഖ്യത്തിന് BJP വിറപ്പിക്കാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അത്രയും വിലയിരുത്തുന്നത്. രാജ്യ തലസ്ഥാനത്ത് കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചപ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി ആദ്യത്തെ വെടിപൊട്ടിച്ചത്. മോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനും തിരഞ്ഞെടുപ്പിനിടെ അഭിമുഖങ്ങളിൽ പറഞ്ഞ ഓഹരി വിപണിയിലെ കുതിപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു ആ ആരോപണം. വലിയ വിജയം BJPക്ക് ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ നിക്ഷേപകരെ മോദിയും അമിത്ഷായും പ്രേരിപ്പിച്ചെന്നും അസാധാരണമായ ഈ പരാമർശങ്ങൾ ഓഹരി വിപണിയിലെ കുംഭകോണം ലക്ഷ്യമിട്ടായിരുന്നു എന്നുമൊക്കെ രാഹുൽ അങ്ങനെ ആരോപിച്ചു വെക്കുമ്പോൾ മോദി തല കുനിച്ചു പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. കാരണം ഗതികെട്ട നേരത്ത് ഗതികെട്ട രൂപത്തിലാണ് മോദിയുടെ ഇത്തവണത്തെ പ്രധാനമന്ത്രി കസേര. ജൂൺ 1 എക്സിറ്റ് പോളുകൾ NDAക്ക് 400 സീറ്റുകൾ പ്രവചിച്ചതും ഓഹരിയുടെ കുതിപ്പിന് കാരണമായി. എന്നാൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ വന്നതോടെ വിപണി അങ്ങനെ ഇടിഞ്ഞിട്ട് 30 ലക്ഷം കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട്. നഷ്ടം വന്നതെല്ലാം ചെറിയ മനുഷ്യർക്കാണ്, സാധാരണക്കാരായ ഓഹരി നിക്ഷേപകർക്കാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നെയോ തൊട്ടു പിന്നാലെ അടുത്ത വിവാദം പൊങ്ങി വന്നു. നീറ്റ് നെറ്റ് പരീക്ഷാ തട്ടിപ്പ് രാജ്യമാകെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുകയും രാഹുൽ ഗാന്ധി കൃത്യസമയത്ത് പ്രതിപക്ഷ നേതാക്കളും ഇവിടെ എന്ത് ചെയ്തു, വിഷയം ഉയർത്തിക്കാട്ടി രംഗത്ത് വരികയും ചെയ്തോടെ BJP അപകടം മണത്തു എന്ന് തന്നെ പറയാം. പ്രതിഷേധങ്ങളും അഴിമതി ആരോപണങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് വിഷയങ്ങൾ വഴിതിരിച്ചു വിട്ട് ശീലമുള്ള BJP പക്ഷേ ഇത്തവണ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ ഞൊടിയിടയിൽ തന്നെ നടപടികളുമായി രംഗത്തെത്തുകയാണ്. നീറ്റ് നെറ്റ് വിവാദം കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമല്ല എന്നും 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളന സമയത്ത് തന്നെ ഉയർന്നു വന്ന ആരോപണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നും മനസ്സിലാക്കിയിരുന്നു എന്ന് നെറ്റ് പരീക്ഷ റദ്ദാക്കാനും നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ നടപടി സ്വീകരിക്കാനും കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. ഇതൊക്കെ കൊണ്ടാണ് നാളെ രാഹുല് പാർലമെന്റിന്റെ പടി കടക്കുന്നത്. ഒരിക്കൽ പുറത്താക്കി കൈകൊട്ടി ചിരിച്ച അതേ മനുഷ്യന് മുമ്പിലേക്ക് രാഹുൽ അങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് ആദ്യ വെടിപൊട്ടിക്കാൻ ആദ്യ സമ്മേളനത്തിനെത്തുമ്പോൾ ഇത് പ്രതിപക്ഷമായ ഇന്ത്യയുടെ കാലമാണ് എന്ന് പറയേണ്ടി വരും.